വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് 19,000 വരെ ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. RB രജിസ്റ്റേർഡ് NBFC വഴി തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ 15,000 അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം അല്ല നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 6-7 ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 15,000 അപ്രൂവ് ആയി. ഇതിനകത്ത് 2 ലോൺ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. ഒന്ന് സാലറിഡ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇൻകം പ്രൂഫ് വെച്ച് 2 ലക്ഷം വരെ ലോൺ 24 മാസത്തെ ടെന്യൂറിലും, നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് മാത്രമേ ഉള്ളെങ്കിൽ 55,000 വരെയുള്ള എമൗണ്ട് 6 മാസം ടെന്യൂറിൽ തരുന്ന ഒരു 2 ലോൺ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ആപ്ലിക്കേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് പറയുന്നത് റുപ്പി റെഡി എന്നാണ്. പലർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോഴാണ് പുതിയ ഫീച്ചർ കണ്ടത്. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി നോക്കിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. സ്വന്തം റിസ്കിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലോൺ എടുക്കുന്നവർ സ്വന്തം റിസ്കിലെടുത്ത് തിരിച്ച് റീപേ ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക, അല്ലെങ്കിൽ ലോൺ എടുക്കാതിരിക്കുക. സോ പ്ലേ സ്റ്റോറിൽ പോകുകയാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4.5 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 1 crore പ്ലസ് ഡൗൺലോഡ് ഒക്കെ വരുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ പോകുകയാണെങ്കിൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ വരുവാണെങ്കിൽ 20 വയസ്സിന് മേലുള്ളവർക്ക് ലോൺ കിട്ടുമെന്നുള്ളതൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ആധാർ കാർഡ് പാൻ കാർഡ് വേണം, മന്ത്ലി ഇൻകം 25,000 മേളിൽ വേണമെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രജിസ്റ്റേർഡ് NBFC എന്ന് പറയുന്നത് ഫിൻഫ്രണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു NBFC വഴിയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഇവരുടെ അഡ്രസ്സും അതേപോലെ തന്നെ കസ്റ്റമർ കെയറിൻ്റെ ഇമെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടുള്ളത് 2019 സോ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ്. സോ നമുക്ക് എങ്ങനെ ഇതിനകത്ത് ലോൺ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷൻസ് ആണ് ചോദിക്കുന്നത്. പെർമിഷൻസ് നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ മൊബൈൽ നമ്പർ എടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ലൈക്ക് പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ആധാർ കാർഡിൻ്റെ നമ്പർ, പാൻ കാർഡിൻ്റെ നമ്പർ, അഡ്രസ് ഡീറ്റെയിൽസ്, വർക്ക് ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, ഇത്രയും ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസ് എൻ്റെ ചോദിക്കത്തില്ല. നിങ്ങളോട് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് താഴെ ഓൾറെഡി കിടക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ക്യാഷ് അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റൻറ്റ് ക്യാഷ് നമുക്ക് 51,000 വരെ സാലറി വെരിഫിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് കിട്ടും. പേഴ്സണൽ ലോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 24 മാസം വരെ 2 ലക്ഷം വരെ കിട്ടും. അതിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടവരും അല്ലെങ്കിൽ ഇൻകം പ്രൂഫ് കൊടുക്കേണ്ടവരും. നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ആണ് എടുക്കുന്നത്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എമൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പറയും, ടെന്യൂർ സെലക്ട് ചെയ്യാനായിട്ട് പറയും. ശേഷം അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്ന് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറെ രീതിയിൽ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ്, വർക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ഞാനിതിപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സോ ഇവിടെ എനിക്ക് എമൗണ്ട് 15,000 അപ്രൂവ് ആയി 3 മാസത്തേക്ക് 6,373.76 പൈസയാണ് എനിക്ക് മന്ത്ലി 3 മാസത്തേക്ക് EMI വരുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു ചെറിയ എമൗണ്ട് സെലക്ട് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം. 2,000 തൊട്ട് എമൗണ്ട് എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ 2,000 എമൗണ്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു 849 രൂപ വെച്ചിട്ടാണ് EMI വരുന്നത്. ഞാനത് സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഓട്ടോ ഡെബിറ്റ് കംപ്ലീറ്റ് ചെയ്യണോ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ഡെബിറ്റ് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം. ഞാനോട് സ്കിപ്പ് അടിക്കുന്നു. അപ്പോൾ അടുത്ത പേജിൽ നമ്മുടെ ലോണിൻ്റെ ലെൻഡിങ് പാർട്ണർ ആണെന്ന് കാണിക്കുന്നുണ്ട്. ലോണിൻ്റെ എമൗണ്ട്, പ്രോസസ്സിംഗ് ഫീസ്, സർവീസ് ഫീസ്, ഡിസ്ബേഴ്സ് ചെയ്യുന്ന എമൗണ്ട് 1,700 ആണ്. ടെന്യൂർ 3 മാസമാണ്. ടോട്ടൽ റീപേ ചെയ്യേണ്ട എമൗണ്ട് 2,549.50 പൈസയാണ്. 2,550 രൂപയാണ്. റീപേയ്മെൻറ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി EMI കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 1,700 ക്രെഡിറ്റ് ആകുമ്പോൾ 2,550 രൂപ തിരിച്ച് റീപേ ചെയ്യണം. ഓൾമോസ്റ്റ് 850 രൂപയാണ് നമുക്ക് 3 മാസം കൊണ്ട് എക്സ്ട്രാ വരുന്നത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ലോൺ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താലും ആ ലോണിൻ്റെ ഡീറ്റെയിൽസ്, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ OTP കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇത് എടുക്കുന്നില്ല, എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്. സോ വലിയ ഇൻട്രസ്റ്റ് അല്ല, എന്നാൽ പോലും നിങ്ങൾക്ക് 3 മാസം കൊണ്ട് 850 രൂപ മാത്രമേ എക്സ്ട്രാ റീപേ ചെയ്യേണ്ട വരുന്നുള്ളൂ. ചെറിയ എമൗണ്ടൊക്കെ ആകുമ്പോൾ വലിയ എമൗണ്ട് ആകുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരും. സോ നിങ്ങളത് വായിച്ച് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക. ഇതിൻ്റെയൊക്കെ EMI പ്രോപ്പറായിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്രിഫ് സ്കോറാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ മെയിലൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഡിസ്കോറിലൊക്കെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യും. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇത്തരം ആപ്ലിക്കേഷൻസ് ചെയ്ത് ലോൺ എടുക്കുക. ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അത്യാവശ്യം ഈ പറയുന്ന പോലെ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ലോൺ തരുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.